മെയ്സക് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും പ്രളയത്തിലും ദക്ഷിണ ചൈനയിലെ ഗുവാങ്ഷി ഷുവാങ് സ്വയംഭരണ പ്രദേശത്ത് വൻ നാശനഷ്ടം. ദുരന്തത്തിൽ ഇതുവരെ 39 പേർ മരണപ്പെടുകയും 9 പേരെ കാണാതാവുകയും ചെയ്തതായി പ്രാദേശിക അധികൃതർ അറിയിച്ചു. പ്രാദേശിക തലസ്ഥാനമായ നാനിങ്ങിലെ 2 അണക്കെട്ടുകളിലുണ്ടായ വിള്ളലാണ് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. നാനിങ്ങിലെ ലിയുലാൻ റിസർവോയറിലുണ്ടായ വിള്ളൽ മാത്രം 26 പേരുടെ മരണത്തിന് ഇടയാക്കി. ഇതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ നിന്നും 7 പേരെ കാണാതായിട്ടുണ്ട്. ലിയുലാൻ, യുൻബിയാവോ റിസർവോയറുകളിലെ വിള്ളലുകൾ വിലയിരുത്താനും ജലനിരപ്പ് താഴ്ത്താനുമായി ജലവിദഗ്ധരുടെ പ്രത്യേക സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ലിയുലാൻ അണക്കെട്ടിന്റെ മുകൾ ഭാഗത്തേക്കുള്ള റോഡ് പുനഃസ്ഥാപിച്ചതായും ചെളി നീക്കം ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചതായും ജലവിഭവ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ഷായ് ജിയോൻജിയ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ശുചീകരണത്തിനും പകർച്ചവ്യാധി പ്രതിരോധത്തിനുമായി 4200-ലധികം ജീവനക്കാരെയും 1300-ലേറെ വാഹനങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളായ യുൻബിയാവോ, സിയോവോയി, ഗാന്താങ് എന്നിവിടങ്ങളിൽ അണുനശീകരണത്തിനായി 300 വിദഗ്ധരെയും നിയോഗിച്ചു. നാനിങ്ങിൽ നിന്ന് ഇതുവരെ 64,500-ലധികം താമസക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ദുരിതബാധിതർക്കായി വസ്ത്രങ്ങൾ, കുടിവെള്ളം, ഭക്ഷണം, മരുന്ന്, പവർ ബാങ്കുകൾ എന്നിവയുൾപ്പെടെ 100,000-ഓളം അത്യാവശ്യ സാധനങ്ങൾ നഗരസഭ വിതരണം ചെയ്തു. പ്രളയബാധിത റോഡുകളുടെ അതിർത്തി വരെ ഹൈവേകൾ വഴി എത്തിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് ഇൻഫ്ലേറ്റബിൾ ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഉൾഗ്രാമങ്ങളിലെ ക്യാമ്പുകളിൽ എത്തിക്കുന്നത്. ദുരന്തബാധിത മേഖലകളായ ഹെങ്ഷൌ, ബിൻയാങ് എന്നിവിടങ്ങളിൽ 63,000 വീടുകളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ആശയവിനിമയ ടവറുകൾ 87.7% ശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന പാതകളിലെ ഗതാഗതവും ഭാഗികമായി പുനരാരംഭിച്ചു.